وتحمل لي رسائل أيها الشوق الجزيل نحوها تلك المنازل في العشايا والبكور يا نبي سلام عليكم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بالرضا. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാൻ നമുക്ക് അവസരമുണ്ടായി. അൽഹംദുലില്ലാഹ്. ഈ മാസത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സമർക്കന്ത് മീഡിയ മിഷൻ തൃശൂർ ജില്ലാ SKS കമ്മിറ്റിയുടെ ഓൺലൈൻ പ്രോഗ്രാമിന്റെ ഭാഗമായി ദുബായ് തൃശൂർ ജില്ലാ SKS കമ്മിറ്റി ഒരുക്കുന്ന ഈ പരിപാടിയിൽ നിങ്ങളുമായി വിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ ക്യാമ്പയിന്റെ ഭാഗമായ നൂറുൻ ഫൗക നൂർ എന്ന വിഷയം നിങ്ങളുമായി സംവദിക്കുന്നതിൽ സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. പ്രവാസ ലോകത്ത് പ്രവർത്തിക്കുമ്പോഴും പ്രാസ്ഥാനികമായ താൽപര്യം മുൻനിർത്തിക്കൊണ്ട് ഇത്തരമൊരു പരിപാടിക്ക് പശ്ചാത്തലമൊരുക്കിയ തൃശൂർ ജില്ലാ ദുബായ് SKSSFന്റെ കർമ്മോത്സുകരായ നേതാക്കളെയും ഇതിന് സഹായകമായി നിലകൊണ്ട മുഴുവൻ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു. അർഹതപ്പെട്ട പ്രതിഫലം ഇരുവീട്ടിലും നാഥൻ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യും. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വസന്തകാലമാണ് പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം. നൂറുൻ ഫൗക നൂർ എന്നാണ് ക്യാമ്പയിന്റെ പ്രമേയം. പരിശുദ്ധ പ്രവാചകത്തിന്റെ പ്രകാശം, പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു സിറാജുൽ മുനീറ എന്ന്. കത്തിജ്വലിക്കുന്ന വിളക്ക് വെറും വിളക്കല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ ഈ പ്രയോഗം തന്നെ വളരെ ഗൗരവതരമാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴൽ പോലെ പിന്തുടരും. നിഴലില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊപ്പം നിന്ന മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കുറിച്ച് പറഞ്ഞ ഒറ്റ വാചകം നമ്മുടെ ഈ പ്രമേയവുമായി ബന്ധപ്പെടുത്തുമ്പോൾ അത്ഭുതം തോന്നിപ്പോകും. മഹാനവர்கள் പറയുന്നു, മാ റഅയ്തു ശൈഅൻ അഹ്സന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅന്ന അശ്-ശംസ തജ്രി ഫീ വജ്ഹിഹി. എന്തൊരു മനോഹരമായ വാക്ക്. മാ റഅയ്തു ഖൽഖൻ എന്നല്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഒരു സൃഷ്ടിയെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു സൃഷ്ടിയെ എന്നതുകൊണ്ട് ഉദ്ദേശിച്ച മനുഷ്യരെന്നല്ല. മാ റഅയ്തു ശൈഅൻ, ഒരു വസ്തുവിനെയും ഞാൻ കണ്ടിട്ടില്ല, ഒരു സാധനവും ഞാൻ കണ്ടിട്ടില്ല. സചേതന അചേതന എന്ത് വസ്തുക്കളാകട്ടെ. മാ റഅയ്തു ശൈഅൻ എന്ന് അഹ്സന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിനേക്കാൾ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ അത്യുത്തമമായ ഒന്നിനെയും ഞാൻ കണ്ടിട്ടില്ല. ആരാണ് പറയുന്നത്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. കഅന്ന അശ്-ശംസ്, സൂര്യൻ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുഖത്ത് ഇങ്ങനെ സഞ്ചരിക്കുന്നത് വല്ലാത്തൊരു പ്രകാശം. രൂപത്തിന്റെ ഒരു പ്രഭ, വ്യക്തിത്വത്തിന്റെ ഒരു പ്രഭ, ആ കുടുംബ മഹിമയുടെ കുലീനതയുടെ പ്രഭ, സൗന്ദര്യത്തിന്റെ പ്രഭ. നൂറുൻ ഫൗക നൂർ, അത് വല്ലാത്തൊരു അനുഭൂതിയില്ല, അനുഭവമല്ലേ. നോക്കി നിന്നു പോകും പരിശുദ്ധ പ്രവാചകനെ. ആ മുഖം കണ്ടാൽ ആർക്കും പിന്നെ അവിടെ നിന്നും കണ്ണെടുക്കാൻ തോന്നാത്ത വിധം ആകർഷണീയമായ മുഖം, ആകർഷണീയമായ സ്വഭാവം. അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ അത്. മാത്രമല്ല, വളരുന്ന സാഹചര്യത്തെ കുറിച്ച് പോലും നമ്മൾ ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്നു വന്ന സാഹചര്യം എന്ന് പറയുന്നത് തികച്ചും അജ്ഞത നിറഞ്ഞ അന്ധകാര നിബിഡമായ ഒരു കാലഘട്ടം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സാംസ്കാരിക ച്യുതി എന്ന് വേണമെങ്കിൽ പറയാൻ, പെൺകുട്ടികളെ കുളിച്ചു പോകുന്ന, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത കൊച്ചുനാളിലെ നമ്മൾ പഠിച്ചു വന്ന ആ കാലഘട്ടത്തിലെ ഇരുണ്ട അറിയില്ല. സാഹചര്യം വളരെ മോശമാണ്. മദ്യം, അതുപോലെ തന്നെ വ്യഭിചാരം, അതിലുപരി വട്ടിപ്പലിശ, കലഹം എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം. അത്തരമൊരു സമൂഹ സാഹചര്യത്തിൽ വളരുന്ന ഒരു കുഞ്ഞിന്റെ സ്വഭാവം എന്തായിരുന്നുവെന്ന് ആർക്കും ഊഹിക്കാൻ കഴിയും. ആ കുട്ടി എങ്ങനെയാവും എന്ന് പലർക്കും ചിന്തിക്കാൻ കഴിയും.
മാതാവ് വരുന്നത്. തർബീയത്ത് കൊടുക്കാൻ ഒരു സംവിധാനവും ഇവിടെ ഇല്ല. ഗുരുമുഖത്ത് പോയി പഠിച്ചിട്ടില്ല. മാതാവ്, പിതാവ്, ഗുരുമുഖം ഇതൊന്നും ആ ചെറുപ്പക്കാരന് അന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നന്മ പകർന്നു കൊടുക്കാൻ പര്യാപ്തമായ തോതിൽ കൂടെ നിന്നിട്ടില്ല. 6 വയസ്സ് വരെ മാതാവിന്റെ സേവനം ലഭിച്ചിട്ടുള്ളൂ. ആ സമയത്ത് കുട്ടിക്ക് കൂടുതൽ തർബീയത്ത് കൊടുക്കാൻ കുട്ടിക്ക് വിവേകം വളർന്നതേ ഉള്ളൂ. പിന്നെ നാം ആ കുഞ്ഞിനെ കാണുന്നത് ഏറ്റവും സംസ്കാര സമ്പന്നനായിട്ടാണ്. മാത്രമല്ല ആ കുഞ്ഞിനെ നമ്മൾ കാണുന്നത് ഒരു തരത്തിലും ജാഹിലിയ്യത്തിന്റെ സ്പർശമേൽക്കാത്ത, ജാഹിലിയ്യത്തിന്റെ ഇരുട്ട് പരത്താത്ത ഒരു തെളിഞ്ഞ മനസ്സിന്റെ ഉടമയാണ് നമ്മൾ കാണുന്നത്. അതൊരു അത്ഭുതമാണ്. അത് അനിർവചനീയമായ ഒരു അത്ഭുതമാണ്. അതുകൊണ്ടായിരിക്കാം ആഷിഖ് റസൂലായ ബഹുമാനപ്പെട്ട മഹാനായ ഇമാം ഹുസൈൻ റഹ്മത്തുള്ളാഹി തങ്ങൾ തന്റെ മുർഖുദാദ് എന്ന ഖസീദയിൽ നബി തങ്ങളുടെ മദീനയിൽ എഴുതി വന്ന കൂട്ടത്തിൽ 2 വരി എഴുതി. കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മി മുഅ്ജിസതൻ ഫിൽ ജാഹിലിയ്യതി വതദീബി ഫിൽ ഉദ്മി. കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മി മുഅ്ജിസതൻ, ഒരു അത്ഭുതമല്ലേ ഉമ്മിയായ പ്രവാചകൻ ഇത്രയധികം വലിയ അപാരമായ ജ്ഞാനം കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത്. ഉമ്മി എന്ന പദത്തിന്റെ അർത്ഥം അക്ഷരജ്ഞാനമില്ലാത്തവൻ എന്നാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത വൃത്താന്തവുമായി നാം അതിനെ തുലനം ചെയ്യുമ്പോൾ ഒരിക്കലും പരിശുദ്ധ പ്രവാചകർ ആ അർത്ഥത്തിലുള്ള ഉമ്മിയല്ല. അക്ഷരജ്ഞാനമുണ്ട്, വിവരമുണ്ട്, വിവേകമുണ്ട്. പക്ഷേ ഗുരുമുഖത്ത് പോയി ഔദ്യോഗിക വിദ്യാഭ്യാസം നേടിയിട്ടില്ല എന്നേ ഉമ്മിയിന് ഇവിടെ അർത്ഥമാക്കേണ്ടതുണ്ട്. ഔദ്യോഗികമായി ഒരു ഔപചാരിക വിദ്യാഭ്യാസത്തിന് നബി തങ്ങൾ വിധേയനായിട്ടില്ല. അങ്ങനെ ഒരു ഗുരുവിനെ ഉയർത്തി കാണിക്കാനില്ല. അള്ളാഹു നേരിട്ട് നൽകിയ എഴുമാണ് പരിശുദ്ധ പ്രവാചകർക്കുള്ളത്. അറിവുണ്ട്, അക്ഷരജ്ഞാനമുണ്ട്. ആ തരത്തിൽ ഉമ്മി ആണ് എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ എന്നിട്ട് പോലും നബി തങ്ങൾ വലിയ ഇൽമ നേടി. ആ ജാഹിലിയ്യ കാലഘട്ടത്തിൽ യുദ്ധമിൽ തഹ്ദീബ് ഉണ്ടായി. അനാഥനാണ്, ജാഹിലിയ്യ കാലഘട്ടമാണ്. എന്നിട്ട് പോലും വളരെയധികം സംസ്കാര സമ്പന്നനായി നല്ല ഒരു കൾച്ചറുള്ള മകനായി വളർന്നു വന്നു എന്നത് ഇമാം ഹുസൈൻ തങ്ങൾ അത്ഭുതത്തോടു കൂടി കുറിച്ചിടുകയാണ്. യഥാർത്ഥത്തിൽ അത് അത്യത്ഭുതമാണ്, അത്ഭുതം പോലുമല്ല. ഒരു നിലക്കും അത്ര വലിയ സംസ്കാര സമ്പന്നനായ വ്യക്തിയായി വളരാൻ സാഹചര്യം നമ്മൾ കാണുന്നില്ല. പക്ഷെ അങ്ങനെ ആയി കഴിഞ്ഞു. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തു കൊടുത്ത അപാരമായ നിഅമത്താണ്. ആ നിഅമത്തിനെ തീർച്ചയായും നാം അംഗീകരിച്ചേ പറ്റും. ആ നിഅമത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിൽ ഉള്ളത് കൊണ്ട് തന്നെ ആ സാംസ്കാരിക ഔന്നത്യവും അതുപോലെ തന്നെ സൗന്ദര്യവും വ്യക്തിത്വവും ബുദ്ധിശക്തിയും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും സ്നേഹിക്കും. സ്നേഹമെന്ന വികാരം മനുഷ്യരിൽ അല്ലാഹു നിശ്ചയിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുമ്പോൾ ഭൂമിയിലെ എല്ലാ വസ്തുക്കളോടും അതിനെ ഇഷ്ടപ്പെടാൻ പറയും. ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബുഹു സുമ്മ യുദഉ ലഹു ഖബൂലു ഫിൽ അർദ്. ഭൂമിയിൽ പിന്നെ ഒരു സ്വീകാര്യത അല്ലാഹു തന്നെ നിർമ്മിച്ചു കൊടുക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഭൂമിയിൽ സ്വീകാര്യത ലഭിക്കുക എന്ന് പറയുമ്പോൾ ലഭിതങ്ങൾക്ക് ഭൂമിയിൽ സ്വീകാര്യത സർവ്വചരാചരങ്ങളിലുമുണ്ട്. ചരാചരങ്ങൾ എന്ന് പറയുമ്പോൾ സചേതന അചേതന വസ്തുക്കളിലൊക്കെ. പരിശുദ്ധ മദീന പള്ളിയിലെ മിമ്പറായി ഉപയോഗപ്പെടുത്തുന്ന ഈന്തപ്പലയിൽ നിന്ന് മാറി മറ്റൊരു മിമ്പർ നിർമ്മിക്കപ്പെട്ടപ്പോൾ അതിൽ കയറി ചുറ്റുപോകുമ്പോൾ ഈ മരത്തടി കരന്റെ സംഭവം ചരിത്രത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടതും എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അതല്ലേ മനോഹരമായി കവി നല്ല സുന്ദരമായ ശൈലി ആവിഷ്കരിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, വളരെ വ്യക്തമായി പറഞ്ഞു. എത്ര മനോഹരം! എന്താണ് പറഞ്ഞ വാചകത്തിനർത്ഥം? ആ ഈന്തപ്പനത്തടിക്കായി താങ്കളിലേക്ക് ഇഷ്ക് പ്രകടിപ്പിച്ചു. ഇഷ്ക് എന്ന് പറയുമ്പോൾ അത് മഹബത്ത് താമ, അതാണ് ഇഷ്ക്. ആ ഇഷ്ക് പ്രകടിപ്പിച്ചുകൊണ്ട് ആ ഈന്തപ്പനത്തടിയിലേക്ക് താങ്കളിലേക്ക് വല്ലാതെ ആകർഷിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ സാധാരണ മനുഷ്യർ അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. കൈഫൽ നുഫൂസുയിലേക്കല്ലാതെ മനുഷ്യരെങ്ങനെയാണ് അങ്ങേക്ക് ഇഷ്ക് കാണിക്കാതിരിക്കുന്നത്? ഒരു മൃഗത്തിന് അതുപോലെ തന്നെ ഒരു മരത്തിന് ഇതുപോലെയൊക്കെ വികാരങ്ങൾ ഉണ്ടെങ്കിൽ മനുഷ്യൻ സ്വാഭാവികമായും അങ്ങയെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ
അങ്ങയിലേക്ക് ഇഷ്ടമുണ്ടാവുന്ന സ്വാഭാവികമല്ലേ നബി? വല്ലാത്തൊരു ചോദ്യമല്ലേ ചോദിക്കുന്നത്? നമ്മൾ ചിന്തിക്കണം. കവിയുടെ ആ ചോദ്യം 100% പ്രസക്തമാണ്. മദീനയിൽ അതുപോലെ മക്കയിലൊക്കെ നബിതങ്ങൾ ജീവിക്കുന്ന കാലത്ത് എന്തൊക്കെ അത്ഭുതങ്ങളുണ്ടായി. നിഷേധികളായ ആളുകൾ വന്നുകൊണ്ട് നബിതങ്ങളോട് പറഞ്ഞല്ലോ, ആ മരത്തെ വിളിച്ചിട്ട് നിനക്ക് പ്രവാചകത്വത്തിന് സാക്ഷിയാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമെന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ എന്താണ് പറഞ്ഞത്? താരീകാശല. നബിതങ്ങൾ നേരെ വിളിച്ചു മരത്തെ. മരം കടപുഴകി വന്നു. എന്നിട്ട് നബിതങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരാണെന്ന് ആ മരം സാക്ഷ്യം വഹിച്ചു. തിരിച്ചു പോകാൻ പറഞ്ഞു, തിരിച്ചു പോയി. കടപുഴകി വന്ന മരം തിരിച്ചുപോയി അതേ സ്ഥാനത്ത് കുറച്ചു. ചരിത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടതാണ്. ശത്രുക്കൾ കണ്ടാൽ നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ഇറങ്ങി നടക്കുന്ന സമയത്ത് കൂടെ നടന്നിരുന്ന സ്വഹാബത്ത് കണ്ടതല്ലേ? കല്ലുകൾ നബിതങ്ങൾക്ക് കൃത്യമായി സലാം പറയും. ചില ജീവികൾ വന്നുകൊണ്ട് നബിതങ്ങൾ അനുകരിക്കുന്നു. ഉടുമ്പ് വന്നുകൊണ്ട് സംസാരിക്കുന്നു, കല്ലുകൾ സലാം പറയും. എന്തൊരത്ഭുതം! ജീവജാലങ്ങൾ പോലും പരിശുദ്ധ ഹബീബിനെ അംഗീകരിക്കുന്ന കാഴ്ച അള്ളാഹു പ്രപഞ്ചത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ വരാനുണ്ട് എന്ന് നേരത്തെ നബിമാനെ വിളിച്ച് അവരോട് ബോധ്യപ്പെടുത്തി, അങ്ങനെ ഒരു പ്രവാചകൻ വന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഒരു പ്രതിജ്ഞ വാങ്ങി ഞാനും നിങ്ങളും അതിന്റെ സാക്ഷികളാണെന്ന് ഒരു കരാർ ഒപ്പുവെച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ നിയോഗം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു കർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വൈദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീൻ എന്ന വചനത്തിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു പ്രവാചകന്മാരെ കൊണ്ട് സത്യപ്രതിജ്ഞ വാങ്ങിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള പരിശുദ്ധ പ്രവാചകർക്ക് ഭൗതിക ലോകത്ത് എന്ത് സൗകര്യങ്ങൾ വേണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമായിരുന്നു. പക്ഷെ ഭൗതികതയിൽ നബിതങ്ങൾക്ക് ഒരു താല്പര്യവും ഉണ്ടായില്ല, ഇഷ്ടപ്പെട്ടില്ല, ആഗ്രഹിച്ചില്ല. നബിതങ്ങൾ ആരാധനയിൽ മുഴുകുമ്പോൾ പോലും തന്റെ ശരീരം നോക്കാതെ പ്രവർത്തിച്ചിരുന്നു എന്ന് കാലിൽ നീര് കെട്ടിയിട്ട് സുന്നത്ത് നമസ്കരിച്ചിരുന്ന കഥ പറയുന്നതിനൊക്കെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ അതേ നബിതങ്ങൾ അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ പട്ടിണി കിടന്ന സാഹചര്യത്തിൽ നിസ്കരിക്കാൻ പ്രയാസപ്പെട്ടു. എഴുന്നേറ്റ് നിൽക്കാൻ വയറ് അനുവദിക്കുന്നില്ല, വിശന്നാൽ പലർക്കും കഴിയില്ല. അപ്പോഴാണ് നബിതങ്ങൾ ഇരുന്ന് നിസ്കരിച്ചത്. അതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കണ്ടത്. മഹാനവറുകൾ കടന്നു ചെന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ദഖൽതു അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യുസല്ലി ജാലിസ. നബിതങ്ങൾ ഇരുന്നുകൊണ്ട് നിസ്കരിക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ കണ്ടു. വമാ അസാബക യാ റസൂലല്ലാഹ്, എന്ത് പറ്റിപ്പോയി നബിയെ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അത്ഭുത സ്തബ്ധൻ. കാലിന്മേൽ നീര് കിട്ടിയിട്ട് നിസ്കാരം നിർത്താൻ പറഞ്ഞിട്ട് കേൾക്കാത്ത നബിതങ്ങൾ ഞാൻ നന്ദിയുള്ള അടിമയാകേണ്ടയോ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരം ദീർഘിപ്പിച്ച് കൊണ്ടുപോയ അനുഭവമുള്ളപ്പോൾ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുന്നു. എന്ത് പറ്റിപ്പോയി? അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു സങ്കടത്തോടെ, വിശന്നതുകൊണ്ടാണ്, ഒന്നും കഴിക്കാനില്ല, അതുകൊണ്ടാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. കാരണം അള്ളാഹുവിന്റെ ഭൂമിയിലെ അനുഗ്രഹീത വ്യക്തിത്വമാണ് അന്നം കിട്ടാതെ കരയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷമം കണ്ടപ്പോൾ അബൂ ഹുറൈറ പൊട്ടിക്കരഞ്ഞത് സത്യം. പക്ഷെ നബിതങ്ങൾ അടുത്ത് വിളിച്ചുകൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, ലാ തബ്കി യാ അബൂ ഹുറൈറ, കരയരുത് അബൂ ഹുറൈറ, കരയരുത്, നീ കരയരുത്. എന്നിട്ട് നബിതങ്ങൾ കൃത്യമായി ഒരു പാഠം പഠിപ്പിച്ചു കൊടുത്തു. ഇന്ന ശിദ്ദത്തൽ ഹിസാബി യൗമൽ ഖിയാമത്തി ലാ തുസിബുൽ ജാമിഅ ഇലാ ഇഖ്തസബ ഫീ ദാരി ദുനിയ. അബൂ ഹുറൈറ, നാളെ പരലോകത്ത് നമ്മൾ വിചാരണ കോടതിയിൽ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുന്ന ആ കോടതിക്ക് ഒരു ഗൗരവമുണ്ട്. അത് സാധാരണമായല്ല, അത് അത്ഭുതകരമാണ്. ആ കാലം 50,000 കൊല്ലമാണ് അതിന്റെ ദൈർഘ്യം. ഒരു വളരെ ഗൗരവമുള്ള കാര്യമാണ് അബൂ ഹുറൈറ. പക്ഷെ അത് ഭൂമിയിൽ വെച്ച് ഇങ്ങനെ സഹിച്ചും ക്ഷമിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ബാധകമാവില്ല. അവരവിടെ രക്ഷപ്പെടും. അത് മതി. അതുകൊണ്ട് ഇപ്പോൾ സങ്കടപ്പെട്ട് കരയേണ്ട, നാളത്തെ സന്തോഷമാണ് ഇന്നത്തെ ഈ ദുഃഖത്തിന് കാരണം. ഈ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുമ്പിലേക്ക് മാലാഖയെ പറഞ്ഞേക്കും. പട്ടിണി കിടക്കേണ്ട കാര്യമില്ല നബി, അങ്ങാനാണ്, അങ്ങയുടെ മഹത്വം അങ്ങേക്ക് അറിയില്ലേ? നിങ്ങൾ കാക്ഷിക്കുന്ന പക്ഷം, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മക്ക
മക്കയിലെ മണൽത്തരികളെ, മക്കയിലെ ഈ കല്ലുകളെ താങ്കൾ സ്വർണ്ണമാക്കി തരാം. ഏറ്റവും മൂല്യമുള്ള സാധനം അന്നും ഇന്നും ഭൂലോകത്തെ സ്വർണം തന്നെ. അങ്ങനെ സ്വർണ്ണമാക്കി തരാൻ നബി തങ്ങൾ ഉടനെ പറഞ്ഞു, ലാ യാ റബ്ബി, വേണ്ട വേണ്ട വേണ്ട, ഒന്നും കൂട്ടേണ്ട കാര്യമില്ല. നമ്മുടെ മുമ്പിലാണ് ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുറ്റത്തുള്ളതെല്ലാം സ്വർണ്ണമാക്കി തരാമെന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മനോഗതിയും പ്രതികരണം? അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതികതയോടുള്ള ബന്ധവും നമ്മൾ പരിശോധിക്കണം. പരിശുദ്ധ ഹബീബ് പറഞ്ഞു, അജൂഉ യൗമൻ ഫഅസ്തഗ്ഫിർ. അല്ലാഹുവേ, എനിക്കൊരു ദിവസം വിശന്നാൽ ഞാൻ നിന്നോട് ചോദിക്കും, അപ്പൊ നീ എനിക്ക് തന്നാൽ വിശക്കുമ്പോൾ ഞാൻ ചോദിക്കാം. വാഷ്മോയോമൻ, ഒരു ദിവസം ഞാൻ നല്ല വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ അഹമ്മദ് ഞാൻ നിന്നെ സ്തുതിക്കും, അപ്പോൾ നീ സ്തുതി സ്വീകരിക്കണം. ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടിയാൽ മതി, ഞാൻ നിന്നെ സ്തുതിക്കുമ്പോൾ നീ അത് സ്വീകരിച്ചാൽ മതി. മോഹങ്ങളുടെ താഴ്വരയിലല്ല നബി തങ്ങൾ സഞ്ചരിച്ചത്. മോഹത്തിന്റെ തേയിലയിൽ സഞ്ചരിക്കുന്ന മനുഷ്യർ നോക്കണം. മോഹ തേയിലയിൽ സഞ്ചരിക്കുന്നവൻ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഉദാഹരിച്ചത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് അവൻ വീണ് മരിക്കും, മോഹങ്ങൾ പൂർത്തിയാക്കാതെ അവൻ ചിതറി മരിക്കും എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ചിതറി മരിക്കുക എന്നാണ് അതിന് പറയുന്നത്. ഒരുമിച്ച് മരിക്കണം എന്ന് അള്ളാഹുവിന്റെ തിരുവനന്തപുരം ഒരാളെ കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് ഈ ഒരുമിച്ച് മരിക്കലെന്ന് ചോദിച്ചു. അപരായ മനുഷ്യൻ ഒന്നിച്ചല്ലേ മരിക്കുക. അർജുനായി ജമിയ എന്നാണ് നബി തങ്ങൾ പ്രാർത്ഥിച്ചത്. ഒരു ചെറുപ്പക്കാരന് വേണ്ടി നീണ്ട ചരിത്രമായി ചുരുക്കി പറയുക. അപ്പോൾ മനുഷ്യൻ ഒരുമിച്ചല്ലേ മരിക്കുക എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മനുഷ്യൻ അവന്റെ മോഹത്തിന്റെ തേയിലയിൽ, മോഹത്തിന്റെ താഴ്വരയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും ഒക്കെ ഉണ്ടാകും ഇനിയും ചെയ്തു തീർക്കാൻ കുറെ മോഹങ്ങൾ, കുറെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിന്റെ പിന്നാലെ ഓടുന്നുണ്ട്, സമയം ഒട്ടും നമുക്ക് ഉണ്ടാവില്ല. അത്യാവശ്യം ജീവിക്കാനൊക്കെ നമ്മൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടാകും. അതാണ് വെച്ചിട്ട് വീണ്ടും നമ്മൾ വികസിപ്പിക്കാൻ ഓടുകയാണ്. ആ ഓട്ടത്തിനിടയ്ക്ക് എവിടെയോ താഴ്വരയിൽ വെച്ച് നമ്മളൊന്ന് മരിച്ചു പോവുകയും ചെയ്യും. അള്ളാഹു ഒരിക്കലും ചിന്തിക്കില്ല ഏത് വാദിനാണ് അവൻ മരിച്ചുപെടുന്നത്, ഏത് താഴ്വരയിലാണ് അവൻ മരിച്ചതെന്ന് ചിന്തിക്കില്ല. മോഹ താഴ്വരയിൽ മനുഷ്യൻ മരിച്ചു വീഴുന്നതിന് പകരം മോഹങ്ങളൊക്കെ നിർത്തിവെച്ച് ഉള്ളതുകൊണ്ട് കനാഅത്ത് എന്ന് പറയുന്ന ആ ആത്മസംതൃപ്തി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. അതേസമയം വെറുതെ ഇരിക്കുകയല്ല, അധ്വാനിക്കാതിരിക്കുകയല്ല. അധ്വാനിക്കണം, സമ്പാദിക്കണം, ഹലാലായ മാർഗത്തിൽ എത്രയും സമ്പാദിക്കണം. പക്ഷേ നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന തോന്നലാണ് നമുക്ക് ഉണ്ടാവുന്നത്. ലക്ഷ്യം ഏതാണ്? നരകമോചനം, സ്വർഗ്ഗപ്രവേശം. ഇന്നത്തെ ജീവിതമല്ല, അവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് നമുക്ക് കിട്ടണമെങ്കിൽ മഖ്തലത ഹുബ്ബി ബി ഖൽബി അബ്ദിൻ ഇല്ലാ ജററല്ലാഹു ജസദഹു അലന്നാർ. ഒരു അടിമയുടെ മനസ്സിൽ എന്നോടുള്ള ഹുബ്ബ് ശരിക്കും കലർന്നാൽ, അന്തർലീനമായ ഹുബ്ബുണ്ട് എന്ന് പറഞ്ഞാൽ പല നമ്മുടെ മനസ്സിൽ ശരിക്കും പ്രവാചക സ്നേഹം സന്നിവേശിച്ച് കഴിഞ്ഞാൽ, ആ സ്നേഹം നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കപ്പെട്ടാൽ അതൊരു ഹരമാണ്, അതൊരു ലഹരിയാണ്. അപ്പോൾ ശരിക്കും പ്രവാചക സ്നേഹത്തിൽ നിന്നും പ്രകീർത്തനങ്ങളിൽ, അന്തരാളത്തിൽ നിന്നും അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ പുകഴ്ത്തൽ വരും. അങ്ങനെയാണ് വന്നത്. സ്വഹാബത്തിൽ പലരും അങ്ങനെയാണ് വന്നത്. അങ്ങനെ പലരും അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ പുകഴ്ത്തിപ്പാടി മനോഹരമായി. ആ രീതിയിൽ ഇമാം മുസ്ലിം ആധുനിക കവി അഹ്മദ് ഷൗക്കി തുടങ്ങിയവരൊക്കെ മനോഹരമായി പാടിയിട്ടുണ്ട്. ശരിക്ക് പരിശുദ്ധ ഹബീബിനുള്ള പ്രകീർത്തനം കടന്നു വരുന്നത് പലപ്പോഴും ആ മനസ്സിൽ അള്ളാഹുവിന്റെ ഹബീബിനുള്ള സ്നേഹം തോൽവി വരുമ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കണം, അത് എത്രത്തോളം ഒരാളുടെ മനസ്സിൽ ഇത് വെപ്പ് കരുതുന്നുവോ അത്രത്തോളം അവർക്ക് ഈമാൻ ഉണ്ടാവും. കാരണം അത്രത്തോളം അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും നല്ല ഈമാനുള്ള വ്യക്തിത്വമായി. തന്നെക്കാൾ എപ്പോഴും നബികളെ തിരഞ്ഞെടുക്കുക, നബികൾ എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുക. ഏഴാകാശത്തേക്ക് ഒറ്റ രാത്രി കൊണ്ട് തിരിച്ചു വരിക എന്നൊക്കെ പറഞ്ഞാൽ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെ ഒറ്റ രാത്രി കൊണ്ട് പോകാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നബികൾ അത് ചെയ്തു എന്ന് കേട്ടപ്പോഴേക്കും വിശ്വസിച്ചു അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ. എന്റെ മുത്തുനബി അങ്ങനെ പറഞ്ഞു, എന്നാൽ എനിക്ക് സംശയമില്ല എന്നതിനർത്ഥം അതാണ് വിശ്വാസം. അത് ഹുബ്ബ് കൊണ്ട് മാത്രമേ ഉണ്ടാകൂ. ആ ഹുബ്ബ് ശരിക്കും പ്രകടിപ്പിച്ചു. ആ പ്രകടിപ്പിച്ച ഹുബ്ബ് കൊണ്ട് തന്നെ അദ്ദേഹം ലോകത്തെ ഏറ്റവും മനോഹരമായ ഈമാന്റെ വ്യക്തി. ഇതാണ് നമ്മൾ ആലോചിച്ചെടുക്കേണ്ടത്. ആ ഈമാന്റെ ഭാഗമായ പ്രവർത്തനമാണ് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു പ്രവർത്തനം. അള്ളാഹു തൃപ്തിപ്പെട്ട ഈ പ്രവർത്തനത്തിന് വഴിവെക്കുന്നവർ ആരാണെങ്കിലും ശരി, അവർ
പരിശുദ്ധ റബീഉൽ അവ്വലിനെ ശരിക്കും നമ്മൾ ദഅവത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. രണ്ട് മുഖങ്ങളവിടെ നമുക്ക് കാണാം. ഒന്ന്, നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ മൗലിദ് ഓതുക, പരിശുദ്ധ ഹബീബിനുള്ള ഹുബ്ബ് അതുവഴി പ്രകടിപ്പിക്കുക, പൂർവികർ നമുക്ക് കാണിച്ചു തന്ന ആ മാർഗം അവലംബിക്കുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഇസ്ലാമിനെയും പ്രവാചകനെയും മനസ്സിലാക്കി കൊടുക്കാനുള്ള വേദികൾ സംഘടിപ്പിക്കുക. മറ്റുള്ളവർക്ക് ഇത് ഓൺലൈൻ വഴി നമ്മൾ ഇങ്ങനെ പരിശുദ്ധ ഹബീബിനെ പരിചയപ്പെടുത്തുമ്പോൾ എല്ലാ ആളുകൾക്കും കൃത്യമായി ഇത് മനസ്സിലാക്കാൻ കഴിയും, കേൾക്കാൻ കഴിയും. കാലിക യാഥാർത്ഥ്യങ്ങളെ ഇതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഹാത്തസ് കൊലപാതകം, അമേരിക്കയിൽ ഒരു പോലീസുകാരൻ കറുത്ത വർഗ്ഗക്കാരന്റെ മുട്ടുകാലം കൊണ്ട് ഞെരിച്ചു കൊന്നത്, ഇതൊക്കെ ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധതയും പരിശുദ്ധ തിരുദൂതരിലൂടെ നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? ഈ വിവേചനം, വർണ്ണ വിവേചനം, ഉച്ച നീചത്വം ഒരിക്കലും പാടില്ല. എല്ലാവരും തുല്യരാണ്. ഇന്ന അക്രമക്കും എന്താഹി അത്തഖാ, അതാണ് ഇസ്ലാമിന്റെ പാഠം. ഭക്തി കൊണ്ട് മാത്രമേ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും ഉന്നതനാകാൻ കഴിയൂ, മറ്റൊന്നും കൊണ്ടും കഴിയില്ല. ആ ഒരു വസ്തുത ശരിക്കും സമൂഹത്തെ ബോധ്യപ്പെടുത്തി ഇസ്ലാമിന്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചത് ഇസ്ലാമിന്റെ ഈ സമീപനമാണ്. അടിമയും ഉടമയും എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുമ്പോൾ തന്റെ അടിമ മുമ്പിലാണെങ്കിൽ പിറകിൽ നിൽക്കുന്നവൻ അവന്റെ കാലിനെ ചുവട്ടെ സുജൂദ് ചെയ്യണം. ഇത് കണ്ടുകൊണ്ട് ഇസ്ലാമായ പലരും ആ ഒരു സമത്വ വീക്ഷണം, ആ ഒരു ഔന്നത്യം, ആ ഒരു സാംസ്കാരിക പ്രബുദ്ധത, അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകത്തെ ചിന്തകന്മാരും ബുദ്ധിജീവികളും ഇസ്ലാമിനെ കാണാൻ അങ്ങനെയാണ് ശ്രമിച്ചത്. പക്ഷേ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ യഥാവിധി കാണാൻ പലർക്കും കഴിഞ്ഞില്ല. അബൂജഹൽ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകനെ കണ്ടല്ലോ, കൂടെ ജീവിച്ചല്ലോ. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തെ കാണാൻ കഴിഞ്ഞില്ല. ഒരു മുഹമ്മദിനെ കണ്ടു എന്നല്ലാതെ അള്ളാഹുവിന്റെ തിരുദൂതരാകുന്ന മുത്തുനബി തങ്ങളെ കണ്ടില്ല. ആ രീതിയിൽ കാണും. അതിനൊരു തൗഫീഖ് വേണം. മാത്രമല്ല, സ്നേഹം പല തരത്തിലും. ആ സ്നേഹത്തിന്റെ ശരിക്കുള്ള അപഗ്രഥനം, ഒരു വ്യക്തിയെ ശരിക്കും സ്നേഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിത്വത്തിന്റെ മഹത്വം ആദ്യം ഉൾക്കൊള്ളണം. അള്ളാഹു എത്രത്തോളം വ്യക്തികളെ കുറിച്ച് മഹത്വം പറഞ്ഞു, അള്ളാഹു തന്നെ പറഞ്ഞില്ലേ? അള്ളാഹു തന്നെ പറഞ്ഞു, അള്ളാഹു തന്നെ ആ മഹത്വം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ആ നാമം, ആ പ്രകീർത്തനം, അത് ശരിക്കും സമൂഹത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തിയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആ മഹത്തായ പ്രകീർത്തന മാസം എന്നറിയപ്പെടുന്ന പരിശുദ്ധ റബീഉൽ അവ്വൽ ലോകം മുഴുവൻ, നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ സമസ്തയുടെ കീഴിലുള്ള SKSSFന്റെയോ സമസ്തയുടെ വൃത്താന്തത്തിലുള്ള അല്ലെങ്കിൽ സമസ്ത വൃത്തത്തിലുള്ള ഒരു പരിപാടിയോ അല്ലല്ലോ ഇത്. ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ മൗലിദാഘോഷം വളരെ ഭംഗിയായും മനോഹരമായി നിർവഹിക്കപ്പെടുന്നു. അങ്ങനെ നിർവഹിക്കപ്പെടുന്ന മൗലിദ് ആഘോഷങ്ങളൊക്കെ പലർക്കും പങ്കെടുക്കാൻ കഴിയും. ഇമാം മുർസിദ് റഹ്മത്തുള്ളാഹി തങ്ങളുടെ മഖ്ബറ സ്ഥിതി ചെയ്യുന്നത് അലക്സാണ്ട്രിയയിലാണ്. അവിടെ പലപ്പോഴും സന്ദർശിക്കുവാനും അവിടെ ഇമാം മുർസിദ് തങ്ങളുടെ മഖ്ബറയിൽ ഇരുന്നു കൊണ്ട് തന്നെ മൗലിദ് പാരായണം ചെയ്യുവാനും അൽഹംദുലില്ലാഹ് അവസരമുണ്ടായി ഞാൻ നോക്കുകയാണ്. ജീവിതത്തിലെ അനർഘ നിമിഷമായി എന്നെ കണക്കാക്കുകയാണ്. പലരും അവിടെ വരുന്നു, കസരത്ത് പുറത്തുതാക്ക് ഓതുന്നു, അവർ നിർവൃതി കൊള്ളുന്നു. ഈ ഹുബ്ബ് ലോകത്ത് മുഴുവൻ നിലനിൽക്കുന്നുണ്ട്. വിമർശകർ വളരെ കുറവാണ്. എന്തിനും വിമർശകരുണ്ടാവും, സ്വാഭാവികമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകനെ കേവലം സാധാരണ വ്യക്തിയായി ചിത്രീകരിക്കാനുള്ള വ്യഗ്രത പലരും പ്രകടിപ്പിക്കാറുണ്ട്. അത് ശരിക്കും ആ വ്യക്തിത്വത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ആ വ്യക്തിത്വത്തെ യഥാർത്ഥി മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുത്തൂതർ ആരാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയും അവിടുത്തെ മഹത്വം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ നാം കൃത്യമായി അത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി മറ്റുള്ളവർക്ക് നബിതങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള വേദികളായി ഇത്തരം ഓൺലൈൻ പ്രോഗ്രാമുകളെ മാറ്റണം. ഇതിന് മുന്നോട്ട് വന്ന SKSSFന്റെ കർമ്മോത്സുകരായ UAE പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇതൊരു സൽക്രമമായി മുന്നോട്ട് കബൂൽ ചെയ്യട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിച്ച, അധ്വാനിച്ച, ഇതൊക്കെ ശേഖരിക്കാൻ വേണ്ടി ഓടി നടന്ന എല്ലാ നല്ലവരായ പ്രാർത്ഥനിക പ്രവർത്തകർക്കും അള്ളാഹു കഴിവും തൗഫീഖും ജീവിത വിജയവും പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇവിടെ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم يا حبيب، سلام عليكم.